ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ പുതിയ ഡിസൈറിൻ്റെ ഒരു ലോഞ്ചിങ്ങിനാണ്. നമ്മൾ മലപ്പുറത്ത് നമ്മുടെ മോട്ടോഴ്സിൻ്റെ അരീനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചിങ് ഉണ്ട്. നമ്മുടെ വണ്ടിപ്രാന്തനാണ് നമ്മുടെ ഈ ഒരു ഡിസൈറിൻ്റെ ലോഞ്ചിങ് ഉണ്ട്. അതിന് മുമ്പ് എനിക്ക് ഇവിടെ കുറച്ച് നമ്മുടെ 4ാമത്തെ ജനറേഷനാണ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ്, തേർഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പുതിയ ഡിസൈറിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ആ ഒരു മൊമെന്റിലേക്ക് പോകാം. സോ എല്ലാവർക്കും മോട്ടോപ്രമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്നുള്ളത് നമ്മുടെ ഡിസൈറിന്റെ ആ ഒരു ലോഞ്ചിങ്ങിലാണ്. നമ്മുടെ രാകേഷ് നമ്മുടെ വണ്ടിപ്രാന്തനാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഒരു ലോഞ്ചിങ് വീഡിയോസും ഈ വാഹനത്തിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കും. നമ്മുടെ ആ ഒരു ലോഞ്ചിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ഡിസൈർ ഇവിടെ വരുന്നുണ്ട്. ഇത് 2008 തൊട്ട് 2012 വരെയായിരുന്നു നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് ഡിസൈർ ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വിഫ്റ്റിൽ കുറച്ചൊരു ബാക്കിൽ കുറച്ച് സ്പേസ് എക്സ്ട്രാ ഇട്ടു. അതാണ് നമ്മുടെ ഈ സ്വിഫ്റ്റ് ഡിസൈർ വന്നിരുന്നത്. അത് ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും ഈ കാണുന്ന സെക്കൻഡ് ജനറും ആ തേർഡും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നിട്ടുള്ള നമുക്കിപ്പോൾ കാണുന്നത് എന്തായാലും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ആ ഒരു വാഹനം 4th ജനറേഷൻ ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഡിസൈർ. ആൻഡ് ഈ ഒരു വാഹനമൊക്കെ നമുക്ക് കണ്ടാൽ നമ്മുടെ സ്വിഫ്റ്റൊക്കെ അത്ര പോപ്പുലാരിറ്റി കിട്ടിയത് ഈ വാഹനം 2004 സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായത്. 2008 ഈ ഒരു ഡിസൈർ വേരിയന്റ് സ്വിഫ്റ്റ് ഡിസൈർ എന്നുള്ള ഒരു മോഡല് അവതരിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഈ ഒരു പാർട്ടൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു സബ് കോമ്പാക്ട് സെഡാനാണ് ഈ ഒരു വാഹനം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ജനറേഷനായിട്ട് വന്നിട്ടുള്ള സ്വിഫ്റ്റ്. 2012 ഈ ഒരു ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കത് കാണുന്നുണ്ടാവും ആ ഒരു റിയർ പാർട്ടിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത്. എൻ്റെ ഫ്രണ്ടിൽ മാറ്റിയിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സെഡാനെ നോക്കുമ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ഈ 3rd ജനറേഷൻ സ്വിഫ്റ്റ് ഡിസൈർ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് 1 lakh വരെ നമുക്ക് ബെനിഫിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഔട്ട് ഗോയിങ് സ്വിഫ്റ്റ് ഡിസൈർ, അതായത് 3rd ജനറേഷൻ സ്വിഫ്റ്റ് ഡിസൈർ. ആൻഡ് റിയറിലൊക്കെ നമുക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വാഹനം വന്നിട്ടുണ്ട്. ഇതിനും നമുക്ക് ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സെക്കൻഡ് ജനറേഷൻ്റെ ഫ്രണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ആൻഡ് കുറച്ച് ലൈറ്റ്സ് കുറച്ചുകൂടി ഒന്ന് സ്ലീക്കായി പോയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ 2 ജനറേഷനും തമ്മിൽ എനിക്ക് കാണിക്കാനുള്ളത്. അതിന് നമ്മുടെ ഈ ഒരു തേർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഹൈറ്റ് കുറഞ്ഞ് കുറച്ച് ഒരു നല്ല ഒരു അയക്കുള്ളൊരു മോഡലായിട്ട് മാറി ഈ ഒരു 3rd ജനറേഷൻ സ്വിഫ്റ്റ്. ആൻഡ് ഇതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണിക്കാനുള്ളത്. ബോത്ത് 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ ജനറേഷൻ ഉണ്ട്. ഇനി നമുക്ക് അൺവീൽ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു 4th ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിസൈർ. എൻ്റയർലി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വാഹനം. നമുക്ക് ഫ്രണ്ടിൽ കാണാം നമ്മുടെ ആ ഒരു സുസുക്കിയുടെ വലിയ ലോഗോ. അതൊരു ചെറിയൊരു ക്രോം പ്ലേറ്റിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ക്രോം അല്ല, താഴെ മേലായിട്ടൊരു ക്രോം ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മുടെ ആ ഒരു സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ കാര്യമെല്ലാം കാണുന്നുണ്ട്. ആൻഡ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഉണ്ട്. ആൻഡ് ഈ ഒരു ഗ്രില്ലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഒരു ഫ്രണ്ടാണ്. നമ്മുടെ കാണാത്ത തരത്തിലുള്ള ഒരു ഫീലാണ് നമുക്ക് പുതിയ ഡിസൈറിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ കാണാം ഒരു കവറിംഗ് ആയിട്ട് വീണ്ടും ഒരു ക്രോം ട്രീറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആക്ച്വലി ചെറിയൊരു ഡിസൈൻ എലമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്രോം ട്രീറ്റ്മെന്റ് ഇവിടെ കാണാം. ആൻഡ് ലൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റൽ ലൈറ്റ്സ് എന്നാണ് നമ്മുടെ ഈ ഒരു ഇതിന് പറഞ്ഞ ഒരു 6 പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ DRL കാണാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ട്. അതും നമുക്ക് ഒരു LED ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് ഫോഗ് ലാമ്പ് LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് നമുക്ക് ഈ വാഹനത്തിന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അത്യാവശ്യം കാണാം നമുക്ക് ഇവിടെയൊക്കെ കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന പോലെ ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെന്റ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡുവൽ ടോൺ കളറിലാണ് നമ്മുടെ ഈ ഒരു വീൽ വന്നിട്ടുള്ളത്. അത് 15 ഇഞ്ച് വീലാണ്, അലോയ് വീലാണ്. അപ്പോൾ സ്റ്റീൽ നോക്കുമ്പോൾ അത് 14 ഇഞ്ച് വീലാണ് വരുന്നത്. 185/65 15 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി കളേർഡ്
4VM കാണാം. അതുപോലെ ഒരു ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഒരു ക്യാമറ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോഡി ഗാർഡ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് താഴെയൊക്കെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത് തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു ക്രോം ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടുള്ള അതുപോലെ ഒരു ഡിസൈനും ഇവിടെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ആ ഒരു ക്രോം പ്ലസ് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമ്മുടെ കൊടുത്തിട്ടുള്ളത് കവറിങ്. ആൻഡ് ഇവിടെ ഒരു സൺറൂഫ് ഈ ഒരു വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ ഒരു ഷാർപ്പിൻ ആന്റണിയും ഈ വാഹനത്തിലുണ്ട്. ആൻഡ് റിയറിലാണെങ്കിൽ റിയറിൽ 185, 65, 15 GB തന്നെയാണുള്ളത്. ആൻഡ് 37 ലിറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ബ്ലാക്കിലാണ് നമ്മുടെ ഈ ഒരു ടൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് നമ്മൾ കൂടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയും കാണാം ഒരു ആരോ പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെയും കാണാം ഒരു ട്രൈ ആരോ പോലെ ഉള്ളൊരു ഡിസൈൻ. അതാണ് നമ്മുടെ DRലും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്, റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം. ആൻഡ് ഇവിടെയും ചെറിയൊരു ആരോ പോലെ ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ ബമ്പേഴ്സിൽ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയും ഒരു ക്രോം ട്രീറ്റ്മെന്റ് കാണാം, ഒരു ക്യാമറ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഡിസയർ നല്ലൊരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സുസുക്കിയുടെ ലോഗോ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ഒരു ബൂട്ട് ലിറ്റ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണിക്കാനുള്ളത്. എന്നുവെച്ചാൽ നല്ലൊരു ബൂട്ട് സ്പേസ് തന്നെയാണുള്ളത്. അതിന് താഴെ നമുക്കൊരു സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് 14 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു ഡിസൈനോട് കൂടിയുള്ള പ്ലേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും പിന്നെ ചെറിയ സ്പേസ് ഇവിടെ കാണാം. ഇവിടെയും ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിൻഡോ കൺട്രോളിങ്ങിൻ്റെ ഇവിടെയാണ് ആൻഡ് ഡോർ അൺലോക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ പെഡൽ കാര്യമെല്ലാം അവിടെ ഉണ്ട്. ആൻഡ് അതിലും ചെറിയ നമ്മുടെ ആ ഒരു ഡിസൈൻ നമ്മൾ പുറത്ത് കണ്ടുപോലെ ഡിസൈൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ കളേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് സീറ്റിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സീറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കുഷ്യൻഡ് സീറ്റ്സുകളാണ്. അതിൽ നമുക്ക് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കയറി ഇരുന്നാൽ നമുക്ക് ഇവിടെ 2 AC വെൻസ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് USB ആണ്, മറ്റേതൊന്ന് Type C ആണ്. ഫോൺ വെക്കാനൊരു സ്പേസ് ഇവിടെ കാണാം. ആൻഡ് ഇതൊക്കെ നമുക്ക് സീറ്റ് എക്സ്ട്രാ കവേഴ്സ് ലെതേർഡ് ആണ്. ആൻഡ് ഇത് ഇവിടെ കാണാം നമുക്ക് ഇവിടെ ലെറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈറ്റ്സ് നമുക്കിവിടെ കാണാം. ഗ്രാബ് ഹാൻഡിൽസ് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ. ആൻഡ് ഈ ഒരു വാഹനം ടോട്ടലി കുറച്ച് ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്, നമുക്കിവിടെ കാണാം. ആൻഡ് നമ്മുടെ ഒരു സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഫ്രണ്ടിൽ നമുക്ക് കാണാനുള്ളത് ഈ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ബോട്ട് ഹോൾഡേഴ്സ് അവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ നല്ലൊരു ഫിഷിൻ്റെ എല്ലാ റേറ്റ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം. നമ്മുടെ സാധാരണ നോർമൽ കണ്ടതുപോലെയല്ല നമ്മുടെ മിറർ കൺട്രോളിങ്, അതുപോലെ തന്നെ ഡോർ അൺലോക്ക് ചെയ്യാനുള്ളത്, ലോക്ക് ചെയ്യാനുള്ളത്, അതുപോലെ വിൻഡോ കൺട്രോളിങ് എല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു ഒരു അലൂമിനിയം ഫീലിങ്ങിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്കൊരു ഡിസയർ എന്നുള്ള ആ ഒരു ഇല്ലുമിനേറ്റഡ് ലോഗോ ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ നമുക്കിവിടെ മാനുവലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഈ ഒരു സീറ്റ്സ് കാര്യങ്ങളെല്ലാം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിങ്ങിൻ്റെ കൺട്രോളിങ് ഇവിടെ ഉണ്ട്. ആൻഡ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എഞ്ചിൻ്റെ ആണ്. ആൻഡ് ഇവിടെ വ്യൂ അതുപോലെ തന്നെ ESP കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ക്യാമറയുടെ ആണുള്ളത്. AC വെൻസ് ആണ് ഈ കാണുന്നത്. ഒരു 5 സ്പീഡ് മാനുവൽ വാഹനമാണ്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ അവിടെ കാണാം. ആൻഡ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു സോക്കറ്റ് കാണാം. അതുപോലെ തന്നെ ഒരു USB സ്ലോട്ട് കാണണം, അത് നോർമലാണ്. ഞാനിവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിങ്ങിൻ്റെ ആണ്. ഞാനിവിടെ ആ ഒരു ഡിസൈനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു AC വെൻസിൻ്റെത്. ഞാനിവിടെ ഞാനിവിടെ അത്യാവശ്യം തിരക്കുള്ളത് നല്ലൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോളിംഗ് ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ഒരു മിററും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മുടെ റിയർ വ്യൂ മിറർ അവിടെയാണുള്ളത്. അത് നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ, അതും ഒരു ഡുവൽ ടോൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു അലൂമിനിയം ഫീൽ ഇവിടെ കാണുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കൺട്രോളിംഗ് ഇവിടെയുണ്ട്. ആൻഡ് മറ്റ് കൺട്രോളിങ്ങിന്റെ ഇത് എവിടെയാണല്ലോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെത്. ആൻഡ് ഹസാർഡ് വാർണിങ്ങിൻ്റെ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് നമ്മുടെ ആ ഒരു സുസുക്കിയുടെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമ്മുടെ ഡിസൈനിലുള്ളത്. ഇതൊക്കെ ഫുൾ ടച്ച് ആണ് നമുക്കിതിൽ.
ഞാൻ ഇവിടെ നോക്കുകയാണെന്നെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ സ്പീഡോമീറ്റർ കാണാം. ഓക്കെ, ഗുഡ് ഈവനിങ്. ചെക്കിംഗ് സറൗണ്ടിങ്സ് ഫോർ സേഫ്റ്റി. ഇവിടെ നിൽക്കുമ്പോൾ വ്യൂ നമുക്ക് കാണാം. യെസ്, എല്ലാം ഇവിടെ കാണാം. അത് ആരൊക്കെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ RPM ഗേജ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ അത് നോക്കേണ്ട പുതിയ വാഹനം ആയതുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് 24 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. നമ്മുടെ സ്പീഡോമീറ്റർ കാണാം. അതൊക്കെ നമുക്കിവിടെ കൺട്രോളിങ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഓട്ടോമീറ്ററുള്ള കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇതിൽ നമുക്ക് കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കാൾ അറ്റൻഡ് ചെയ്യാനുള്ളത്, ഡിക്ലൈൻ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്, സംസാരിക്കാനുള്ളതൊക്കെ ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഇവിടുത്തെ മോഡ് കൺട്രോളിങ്ങിൻ്റെതാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് കൺട്രോൾ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. 360 ഡിഗ്രി ക്യാമറയുടെ എല്ലാ വ്യൂസും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ടച്ചിങ് ഫംഗ്ഷനാണ് നമുക്കിതിലുള്ളത്. ആൻഡ് എന്തായാലും അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത നല്ലൊരു സെറ്റിങ്സിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിവേ, അതാണ് നമ്മുടെ ആ ഒരു ഡിസയറിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് നമ്മുടെ ആ ഒരു DR വന്നിട്ടുള്ളത്. നമ്മുടെ ലൈറ്റ്സ് നമുക്ക് തന്നെ ഇതാണ് പറയാം, LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് റിയറിലേ ഉള്ളത്. ഇതാണ് നമ്മുടെ ആ ഒരു ലൈറ്റ്സ്. നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് DR-ലുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. അതിന് ഇവിടെ താഴെ നമ്മുടെ ഫോഗ് വന്നിട്ടുണ്ട്. എല്ലാം LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ ബേ നമുക്ക് കാണിക്കാനുള്ള സൗണ്ട് ഇൻസ്റ്റലേഷൻ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. 2 എൻജിൻ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഡിസയറിൽ. ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു പെട്രോൾ പ്ലസ് CNG എഞ്ചിനും വരുന്നുണ്ട്. നമ്മളെ പെട്രോൾ വേരിയന്റ് നമുക്ക് 80 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 115 Nm ടോർക്കും. പെട്രോൾ പ്ലസ് CNG എന്നാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 69 ഹോഴ്സ് പവറും 102 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനുള്ളത്. ആക്ച്വലി ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 6,79,000 തൊട്ട് 10,14,000 എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഇപ്പോൾ വന്നിട്ടില്ല. എക്സ് ഷോറൂം പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത്. 6,79,000 തൊട്ട് 10,14,000 വരെയാണ്. അതിൽ തന്നെ നമുക്ക് മാനുവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. പെട്രോൾ വേർഷനും അതുപോലെ തന്നെ പെട്രോൾ പ്ലസ് CNG വേർഷനും 2 എഞ്ചിൻ ഓപ്ഷൻ ആണുള്ളത്. ആൻഡ് നമ്മളൊരു മൈലേജ് നമ്മൾ ഈ ഒരു വാഹനത്തെ കുറിച്ച് പറഞ്ഞത് 25 സംതിങ് ആണ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കിന് മൈലേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.